സിറിയയിലെ വിമതസേനയെ വെല്ലുവിളിച്ച ഇസ്രായേൽ ഭരണകൂടം. സിറിയയിലെ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച HTS ഉൾപ്പെടുന്ന വിമതസേനയോടാണ് വേണമെങ്കിൽ യുദ്ധത്തിന് തയ്യാറെന്ന് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്കൊരു ഓഫർ തരുന്നു. സിറിയയിലെ പുതിയ ഭരണകൂടത്തിന് സമാധാനം വേണമോ യുദ്ധം വേണമോ എന്ന് തീരുമാനിക്കാം. സമാധാനമാണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ അതേ നാണയത്തിൽ തന്നെ നിങ്ങളോട് പ്രതികരിക്കും. അതേസമയം അയൽ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും അയൽ രാജ്യത്തോട് ആക്രമണം നടത്തുന്നതിനുമാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഏത് നിമിഷം വേണോ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. ഇത് ഓർത്തുകൊള്ളുക. സിറിയയിലെ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ സിറിയയിലേക്ക് 48 മണിക്കൂറിനിടയിൽ 480 സ്ട്രൈക്കുകളാണ് ഇസ്രായേൽ നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ സിറിയയെ സമ്പൂർണമായി നിരായുധീകരിച്ചു കഴിഞ്ഞു ഇസ്രായേലി സേന. സിറിയയിലെ ആയുധശാലകൾ പൂർണ്ണമായും തകർത്തു. സിറിയയിലെ സൈനിക ബേസ് ക്യാമ്പുകൾ തകർത്തു. സിറിയയുടെ ഫൈറ്റർ ജെറ്റുകൾ, എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തു. എന്തിനേറെ പറയുന്നു, സിറിയൻ നാവികസേനയുടെ 15 പടക്കപ്പലുകളെയാണ് ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചത്. ആയുധ കേന്ദ്രങ്ങൾ, ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, അങ്ങനെ ഈ സിറിയൻ സൈന്യത്തിന്റെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങളിലെ 80% ഇതിനകം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ സിറിയയ്ക്ക് ആയുധങ്ങളുമില്ല, ആയുധങ്ങളേന്താൻ സൈന്യവുമില്ല. വിമത സൈന്യത്തെ ഭയന്ന് സിറിയൻ സൈന്യം എവിടേക്കോ ഓടിപ്പോയിരിക്കുന്നു. സിറിയൻ സൈന്യം ഇറാഖിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാനിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ലെബനനിലേക്ക് കടന്ന് ഹിസ്ബുള്ളയ്ക്കൊപ്പം അവർ കഴിയുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതേസമയം അവരുടെ ആയുധങ്ങളെയെല്ലാം കത്തിച്ചു ചാരമാക്കി കളഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന. ഡമാസ്കസിലേക്ക് ഇസ്രായേൽ നടത്തിയത് അതിമാരകമായ ആക്രമണമാണ്. സിറിയൻ തലസ്ഥാനത്തിൽ വെടിയും പുകയും പുകച്ചുരുളുകളും മാത്രമേ ഉള്ളൂ എന്ന് പ്രദേശവാസികളും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഡമാസ്കസിന് 20 കിലോമീറ്റർ അകലെ വരെ ഇസ്രായേലിന്റെ കവചിത ടാങ്കുകൾ എത്തി, പീരങ്കിപ്പട എത്തി. അങ്ങനെ കരമാർഗം ആക്രമണം നടത്തുന്നു, വ്യോമമാർഗം ആക്രമണം നടത്തുന്നു, കടൽ മാർഗം നാവികസേന ആക്രമണം നടത്തുന്നു. അങ്ങനെ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സിറിയയുടെ ഭൂപടം തന്നെ മാറ്റി വരച്ചു ഇസ്രായേൽ സേന. സിറിയയെ കീറി മുറിക്കുകയാണ്. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അടിവേര് തോണ്ടാൻ സിറിയയെ കീറി മുറിക്കുന്നു ഇസ്രായേൽ. സിറിയയിലെ ഓരോ പ്രദേശങ്ങളെയും ഓരോ ഭാഗങ്ങളാക്കി മുറിച്ചു മാറ്റുകയാണ്. സിറിയയിലെ ഇസ്ലാമിക ഭീകരന്മാർക്ക്, വിമത സൈന്യത്തിന് അന്ത്യശാസനം ഇസ്രായേൽ നൽകിയിരിക്കുന്നു. നിങ്ങൾ സമാധാനത്തോടുകൂടി സിറിയയുടെ ഭരണം നടത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാകും, നല്ലൊരു അയൽക്കാരായിട്ട്. അതേസമയം ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഒക്കെ പാത പിന്തുടരാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളോടും ഞങ്ങൾ യുദ്ധം ചെയ്യും. ഇത് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. അതുകൊണ്ട് തന്നെ HTSന്റെയും അതുപോലെ തുർക്കി പിന്തുണ നൽകുന്ന സിറിയൻ നാഷണൽ ആർമിയുടെയും ഒക്കെ തലപ്പത്തുള്ളവർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. തുർക്കി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കി, ഇറാൻ ഭീഷണി മുഴക്കി. ഇനി ആരൊക്കെ ആക്രമിക്കാൻ വന്നാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ലെന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിന് യുദ്ധം ഒരു ഹരമായി മാറിയിരിക്കുന്നു. ഇസ്രായേലിന്റെ എന്തിനുള്ള പുറപ്പാടാണ്? ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാരെ, അറബ് രാജ്യങ്ങളെ മുഴുവൻ ഒറ്റയടിക്ക് തീർക്കാനുള്ള തത്രപ്പാടിലാണോ ഇസ്രായേൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധത്തിൽ സംതൃപ്തി കണ്ടെത്തുകയാണിപ്പോൾ ഇസ്രായേൽ സേന. തങ്ങളുടെ ശത്രുക്കളോട് ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത ആക്രമണം ഇസ്രായേൽ ഓരോ മണിക്കൂറിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ HTS അടക്കമുള്ള ഭീകര സംഘടനകളെ, വിമത സൈന്യത്തെ വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ. യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് യുദ്ധം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്യുക. ഞങ്ങൾ ഏത് തരത്തിലുള്ള ആക്രമണത്തിനും പൂർണ്ണമായും സന്നദ്ധമാണെന്ന് പറയുകയാണ് ഇസ്രായേലി സേന. സിറിയയിലെ അസദ് ഭരണകൂടം എല്ലാ കാലത്തും ഇസ്രായേലിന്റെ തലവേദന തന്നെയായിരുന്നു. കഴിഞ്ഞ 50 വർഷക്കാലത്തിലധികമായി സിറിയയുടെ ഭരണം കൈയാളുന്ന അസദ് കുടുംബം എല്ലാ കാലത്തും ഇസ്രായേലി ജനതയ്ക്ക് ഒരു പേടി സ്വപ്നവും തന്നെയായിരുന്നു. ഹിസ്ബുള്ളയെ, ഹൂതികളെ, ഹമാസിനെയൊക്കെ വളർത്തി അവർക്കെല്ലാം ആയുധം നൽകിയിരുന്നത് ഈ അസദ് ഭരണകൂടത്തിന്റെ പിന്തുണയോട് കൂടിയായിരുന്നു. ഇറാനിൽ നിന്നുള്ള ആയുധക്കടത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സും വിതരണ ശൃംഖലയും സിറിയയായിരുന്നു. അങ്ങനെ സിറിയയുടെ ഓരോ ഭാഗങ്ങളും ഓരോ ഇസ്ലാമിക ഭീകരവാദികൾക്ക്
തീരെഴുതി കൊടുത്തു അസദ് ഭരണകൂടം. അവർക്ക് ആയുധങ്ങൾ വിറ്റ് പണമുണ്ടാക്കി. ഇറാനാകട്ടെ എണ്ണയിൽ നിന്ന് കിട്ടുന്ന പണം സിറിയയിൽ നിക്ഷേപിച്ചു, തീവ്രവാദം വളർത്താൻ വേണ്ടി മാത്രം. അങ്ങനെ ഇറാന്റെ പണം ഉപയോഗിച്ച്, ഇറാന്റെ ആയുധം ഉപയോഗിച്ച് സിറിയയിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾ ലോകത്താകമാനം ഇസ്ലാമിക ഭീകരത വളർത്തി. ഹിസ്ബുള്ളയ്ക്കൊക്കെ ആയുധങ്ങൾ കൈമാറുന്നതിന് വമ്പൻ വിതരണ ശൃംഖലകളും വമ്പൻ ഗോഡൌണുകളും സിറിയയിൽ സ്ഥാപിച്ചിരുന്നു. ഈ ഗോഡൌണുകളെയും ഈ വിതരണ ശൃംഖലകളെയും ഒക്കെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ കത്തിച്ച് ചാരമാക്കിയത്. അപ്പോൾ എത്രത്തോളം ഇസ്ലാമിക ഭീകരവാദികൾക്ക് കണ്ണിലെ കരടാണ് ഇസ്രായേൽ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഇതാ പുതിയൊരു യുദ്ധത്തിനുള്ള പോർമുഖമാണോ തുറക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സിറിയയിൽ ഇത്രത്തോളം വലിയ ആക്രമണം ഇസ്രായേൽ നടത്തുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തന്നെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്, നടുങ്ങിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന്. അങ്ങനെ വിമതസേനയും തുർക്കിയും ഇറാനും ഒക്കെ ഇസ്രായേലിനെതിരെ ഒന്നിക്കുമോ? HTSന്റെ അതുപോലെ സിറിയൻ വിമത സൈന്യത്തിന്റെ ആക്രമണം ഏത് സമയം ഇസ്രായേലിലേക്ക് ഉണ്ടാകും? ഇസ്ലാമിക ഭീകരവാദികളെല്ലാം ഒന്നിച്ചാൽ അവയെ പ്രതിരോധിച്ചു നിർത്താൻ, അവരെ തടയാൻ ഇസ്രായേലിന് കഴിയുമോ? ഈ ചോദ്യമാണ് പശ്ചിമേഷ്യയിൽ ഉയരുന്നത്. അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി സസൂക്ഷ്മം ഈ സാഹചര്യത്തെ വിലയിരുത്തുകയാണ്. അതേസമയം രസകരമായ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. സിറിയയിലെ ആഭ്യന്തര കലാപത്തിൽ സിറിയൻ ഭരണകൂടത്തെ സഹായിക്കാൻ റഷ്യ പുറപ്പെട്ടിരുന്നു. റഷ്യയുടെ പടക്കപ്പലുകൾ സിറിയൻ തീരത്ത് നങ്കൂരമിട്ടിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 15 സിറിയൻ പടക്കപ്പലുകൾ തകർന്ന സാഹചര്യത്തിൽ റഷ്യയുടെ പടക്കപ്പലുകളുമായി റഷ്യൻ നാവികസേന രാത്രി തന്നെ തീരം വിട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. റഷ്യൻ നാവികസേന അവരുടെ പടക്കപ്പലും കൊണ്ട് പാഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുന്നു. എത്രയും വേഗം റഷ്യയിലേക്ക് എത്തിപ്പെടാനുള്ള തത്രപ്പാടിലാണ്. അത്രത്തോളം രൂക്ഷമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. അതിനിയും തുടരുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതേസമയം പുതിയ ഒരു യുദ്ധ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യയിൽ രൂപപ്പെടുകയാണ്. ഇസ്രായേലിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അന്ത്യം കുറിക്കും ഇസ്രായേൽ എന്ന് ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക ഭീകരവാദികളും ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഇസ്രായേലിനെ തീർക്കണം. അതിനുവേണ്ടി പരസ്പരമുള്ള വൈരം മറന്ന് എല്ലാ ഇസ്ലാമിക ഭീകരവാദികളും എല്ലാ അറബ് രാജ്യങ്ങളും ഒന്നിക്കുന്ന സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്നത്. അമേരിക്ക അടക്കം അതിനെ ഗൗരവത്തോടു കൂടി വീക്ഷിക്കുന്നു. അതേസമയം ഇസ്രായേലിനാകട്ടെ ഒരു ഭയപ്പാടുമില്ല. ഭയമെന്ന വികാരത്തെക്കുറിച്ച് ഇസ്രായേലിന് അറിയില്ല എന്ന് നമുക്ക് പറയാം. കാരണം ഭയമോ ലാഞ്ചനയോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ സ്പർശനം പോലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നില്ല. എല്ലാവരോടും തങ്ങളുടെ ശത്രുക്കളായി വരുന്ന എല്ലാവരെയും തീർക്കാനുള്ള കരുത്തുണ്ട് എന്ന ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് ഇസ്രായേൽ. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 15 മാസത്തിനിടയിൽ ആരോടൊക്കെയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തത്? എത്ര ദിവസങ്ങളാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തത്? എത്ര മണിക്കൂറുകളാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തത്? എത്രമാത്രം ആയുധങ്ങളാണ് ഇസ്രായേലിന്റെ സേന ഉപയോഗിച്ച് തീർത്തത്? എന്നിട്ടും പുതിയ പുതിയ ഓരോ ഭീകരന്മാർ രംഗത്ത് വരുമ്പോൾ അവരോടൊക്കെ നെഞ്ചി വിരിച്ച് തലയുയർത്തി യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് വിളിച്ചു പറയാൻ ഈ ഇസ്രായേലിനല്ലാതെ ലോകത്ത് മറ്റൊരു രാജ്യത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല.